തെരഞ്ഞെടുപ്പിന് ഇനി 48 മണിക്കൂർ. നാളെ നിശബ്ദ പ്രചരണം, അത് കഴിഞ്ഞാൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക്. പക്ഷേ കേരള പോലീസ് ഒരു ഡാറ്റ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, LDF എത്ര സീറ്റ് കിട്ടും, UDF എത്ര സീറ്റ് കിട്ടും എന്നൊരു കണക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരും പറഞ്ഞ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചാണ് പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം പറയുന്ന റിപ്പോർട്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞതിൽ നിന്ന് ചിത്രം ഒന്ന് മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഒരു 30-നടുത്ത് സീറ്റുകളിൽ BJP വലിയ മത്സരമുയർത്തുന്നു എന്നാണ് അവരുടെ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഇൻ്റലിജൻസ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൽ 36 മണ്ഡലങ്ങളിൽ BJPക്ക് 35,000-ന് മുകളിൽ 30,000-നും 49,000 വരെയും വോട്ടുകളുള്ള 36 മണ്ഡലങ്ങൾ എടുത്തു കാണിച്ചിരുന്നു. അതിലൊരു 30 മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള വെല്ലുവിളി രണ്ടു മുന്നണികൾക്കും ഉയർത്തി BJP മുന്നേറുന്നു, NDA മുന്നേറുന്നു എന്നാണ്. അതിനകത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ BJP സ്ഥാനാർത്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇക്കുറി 2-3 മണ്ഡലങ്ങളിൽ BJPയുടെ ഘടകകക്ഷികൾ വലിയ മാർജിനിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. 2020 ഒക്കെ. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് 30 സീറ്റുകളിൽ BJP അല്ലെങ്കിൽ NDA വലിയ ആധിപത്യം പുലർത്തുന്നു, രണ്ടു മുന്നണികളെയും അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വലിയ ഡ്രാസ്റ്റിക്കായ ചേഞ്ചാണ്. അതെ അല്ലേ? അത് മാത്രമല്ല, ആ മണ്ഡലങ്ങൾ പറയുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായി എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന മണ്ഡലങ്ങളുണ്ട്, അത് BJPക്കുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇതിനകത്ത് പുതിയ ചില മണ്ഡലങ്ങൾ വന്നിരിക്കുന്നു. ആ പുതിയ മണ്ഡലങ്ങൾ ആദ്യം പറഞ്ഞിട്ട് ഈ 30 അല്ലെങ്കിൽ 28, 29, 30-നടുത്ത് മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ചു പോകാം. ഏറ്റവും വലിയ തോതിൽ BJP സ്ഥാനാർത്ഥി ഒന്നുമല്ല അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി ഒന്നുമല്ല എന്ന് കരുതിയിടത്തേക്ക് കയറി വന്നിരിക്കുന്ന മണ്ഡലങ്ങളൊന്ന് തൃപ്പൂണിത്തുറയാണ്. ഓക്കെ. അഞ്ജലി നായർ. അപ്പോൾ വൈപ്പിനിലെ MLA ആയിരുന്ന KN ഉണ്ണികൃഷ്ണൻ ചില ദുരൂഹമായ സാഹചര്യങ്ങളുണ്ട്, നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന ഉൾപ്പെടെയുള്ള ദുരൂഹമായ സാഹചര്യങ്ങളുണ്ട്. വൈപ്പിനിൽ മത്സരിക്കാതെ തൃപ്പൂണിത്തുറയിൽ വന്നു. തൃപ്പൂണിത്തുറ NDAക്ക് കൊടുത്തു, അതായത് 2020 കൊടുത്തു. അതുകൊണ്ട് BJP വോട്ടുകൾ കാര്യമായി NDA സ്ഥാനാർത്ഥിക്ക് വീഴത്തില്ല എന്നൊക്കെ കരുതിയിരുന്ന തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ആദ്യമായി BJP ഭരിക്കുക. അവിടെ വലിയ തോതിൽ NDA സ്ഥാനാർത്ഥി മുന്നേറുന്നു. ദീപക് ജോയ് എന്ന് പറയുന്ന കൊച്ചി കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറാണ് അവിടെ UDF സ്ഥാനാർത്ഥി. പക്ഷേ അഞ്ജലി നായർക്ക് വ്യക്തമായ ഒരു മേൽക്കൈ ഉണ്ടായേക്കും. അവസാന നിമിഷ അടിയൊഴുക്കുകൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ തൃപ്പൂണിത്തുറ 2020 പിടിക്കും എന്ന് പറയുന്നു. അതാണ് ഒരു മാറ്റം. മറ്റൊന്ന് കുന്നത്ത് നാട് മണ്ഡലത്തിൽ ശ്രീനിജൻ, പഴയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KG ബാലകൃഷ്ണൻ്റെ മരുമകനാണ്. കോൺഗ്രസ്സുകാരനായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ നേരെ CPM ആയി. കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരു സഖാവാണ് അദ്ദേഹം. ഒരു വീലർ ഡീലറാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളേക്കായും അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന CPMലേക്ക് അംഗത്വവും സ്ഥാനാർത്ഥിത്വവും വിലയ്ക്ക് വാങ്ങിച്ചു വന്ന ഒരാൾ. അതെ, അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം കേസുകളുടെ ആശാനാണ്. പണ്ടൊരു കേസ് കൊടുത്തു, എന്നറിയോ? ഈ നമ്മുടെ ഈ മണ്ഡലം സംവരണ മണ്ഡലമല്ലേ, സംവരണ മണ്ഡലമായ നമ്മുടെ ഈ മണ്ഡലത്തിന് വികസനം ഉണ്ടായില്ല, സംവരണ മണ്ഡലങ്ങൾക്ക് കൂടുതൽ ഫണ്ടും ഒക്കെ കിട്ടും, കൂടുതൽ ശ്രദ്ധ സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, എന്നിട്ടും രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആളുകളെ ഉപദ്രവിക്കാവുന്നതിൻ്റെ മാക്സിമം ഉപദ്രവിക്കുകയും അവിടെ 2020 എന്ന് പറയുന്ന പാർട്ടിക്ക് സാബു ജേക്കബിന് പ്രസ്റ്റീജാണ് കുന്നത്ത് നാട്ടിലെ ശ്രീനിജൻ്റെ പരാജയം. അവിടെ PP സജീന്ദ്രൻ എന്ന് പറയുന്ന മുൻ MLA ആണ് UDF ലോഡ് ചെയ്തിരിക്കുന്നത്. ബാബു ദിവാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ് വിട്ടുവന്ന ആളാണ് NDA സ്ഥാനാർത്ഥി. പക്ഷേ അത്ഭുതകരമായ അതിവേഗത്തിൽ ആ സ്ഥാനാർത്ഥി മുന്നേറുന്നു. സാബു ജേക്കബ് അടക്കമുള്ള ആളുകൾ അവിടെ വീട് കയറുക. സുനിൽ അറിഞ്ഞില്ലേ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് അമിത്ഷാ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സാബു ജേക്കബ് ഒരു കോംപ്രിഹെൻസീവ് ആക്ഷൻ പ്ലാൻ മണ്ഡലത്തിന് വേണ്ടി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കുന്നത്തുനാട് 5000 കോടി രൂപ, അതിൽ കൂടുതൽ ഒരു കേരള ചരിത്രത്തിൽ, ഇന്ത്യയുടെ കാര്യം ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്, കേരള ചരിത്രത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഒരു മാനിഫെസ്റ്റോ, അതല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കുന്നത്തുനാട്. അത് മാത്രമല്ല സാർ, അമിത്ഷാ ഇരിക്കുകയാണെന്ന് പറയുന്നത് അതിൻ്റെ ഗ്യാരണ്ടിയാണ്. അതെ. രണ്ടാമത് മറ്റൊന്നുകൂടെ പറഞ്ഞു,
അവിടുത്തെ 4 പഞ്ചായത്തുകളിൽ നിന്ന് 2000 പേർക്ക് കൊച്ചി റിഫൈനറിയിൽ ജോലി. അതെ അതെ അതെ, ഇതാണ് വാഗ്ദാനം. ഓക്കെ. അപ്പോൾ ഒരു കേരളത്തിലെ ഒരു മണ്ഡലത്തിലും ഇല്ലാത്തൊരു വാഗ്ദാനം. അതുപോലെ ഒന്നാം തര സ്ഥാനാർത്ഥി വലിയ തോതിലുള്ള മുന്നേറ്റം അവിടെ നടത്തും. അപ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ NDAയുടെ ഘടകകക്ഷിക്ക് കൂടി 2 സീറ്റുകൾ കിട്ടാം. പിന്നെ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, ഏറ്റുമാനൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ 2020യുടെ ലേബലിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികൾ നല്ല പ്രകടനം നടത്തുന്നു, വലിയ തോതിൽ കയറി വരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇനി നമുക്ക് മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകാം. മറ്റു മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഇതുവരെ പരിഗണിക്കാതിരുന്ന ജയസാധ്യതയില്ല എന്ന് പറഞ്ഞ മണ്ഡലങ്ങളും വളരെ ടൈറ്റായി എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ഒന്ന് ചാത്തന്നൂരാണ്. BB ഗോപകുമാർ മത്സരിക്കുന്ന ചാത്തന്നൂർ കഴിഞ്ഞ തവണ വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് കയ്യിൽ നിന്ന് പോയി. ചാത്തന്നൂരിലെ SNDP യൂണിയൻ്റെ സെക്രട്ടറിയാണ് ഗോപകുമാർ, BJPയുടെ നേതാവാണ്. അവിടെ പ്രബലനായ ഒരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് വിട്ട് NDAയിലേക്ക് വരികയും BJPയിലേക്ക് വരികയും ചെയ്തു. അതുകൊണ്ട് കേരളത്തിൽ ഉറപ്പായും ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായി കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മാറിയിരിക്കുന്നു എന്നാണ് പോലീസിൻ്റെ ഒരു കണക്ക്. പിന്നെയുള്ളത് ഗുരുവായൂർ. ഗുരുവായൂരിൽ വലിയ ചരിത്രത്തിൽ ആദ്യമായി ഒരു വലിയ കൺസോളിഡേഷൻ ഉണ്ടായിരിക്കുന്നു. കൊടുങ്ങല്ലൂർ മത്സരിക്കാൻ തീരുമാനിച്ച B ഗോപാലകൃഷ്ണൻ അവസാന നിമിഷം മാറ്റപ്പെട്ടു. ഗുരുവായൂരിൽ ഇപ്പോൾ ഒരു ഉണ്ണികൃഷ്ണനുണ്ട്, ഒരു ഗോപാലകൃഷ്ണനുണ്ട്. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം ഗുരുവായൂരിൽ സമസ്ത മേഖലകളിൽ ചർച്ചയാണ്. ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ കേരളം നിലയിൽ വന്നതിന് ശേഷം എന്തുകൊണ്ട് ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടായില്ല? വലിയ പുകലായി. അപ്പോൾ ഗോപാലകൃഷ്ണൻ തിരിക്കുന്നൊരു കാര്യമുണ്ട്. പച്ചക്കൊടി, ഒരു മതത്തിൻ്റെ കൊടി ഉപയോഗിക്കാം, ഒരു മതത്തിൻ്റെ ചന്ദ്രക്കലയും നക്ഷത്രവും ആ കൊടിയിൽ ഉപയോഗിക്കാം, പാർട്ടിക്ക് ഒരു മതത്തിൻ്റെ പേരും ഇടാം, ആ പാർട്ടി മതേതരമാണ്. ആ പാർട്ടിയാണ് വന്ന് പറയുന്നത് ഗോപാലകൃഷ്ണൻ മതം പറഞ്ഞു. അതെ, അവരുടെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയില്ലേ? മുസ്ലിം ലീഗ് ഒരിക്കലും മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാറില്ല. ആവശ്യമില്ല, പച്ചക്കൊടി, ചന്ദ്രക്കലയും നക്ഷത്രവും, പേര് മുസ്ലിം ലീഗ് എന്നിട്ട് പറയും ഞങ്ങളെ മതം നോക്കാറില്ല. നമ്മളൊരു പണ്ടൊരു ഇത് പറയായിരുന്നു മുസ്ലിം ലീഗിനെ കുറിച്ച് രഹസ്യമായിട്ട്, ഞമ്മന്റെ കൊടിയും പച്ച, ഞമ്മന്റെ കാറും പച്ച, ശസ്യലതാദികളൊക്കെ പച്ച. പിന്നെയുള്ളത് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. കേരളത്തിലെ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള എന്ന് പരിഗണിക്കപ്പെടുന്ന രമേശ് ചെന്നിത്തല ഹരിപ്പാട് തോറ്റുപോയേക്കും. സന്ദീപ് വാചസ്പതി എന്ന BJP സ്ഥാനാർത്ഥിയുടെ മുന്നിൽ രമേശ് ചെന്നിത്തലയുടെ കൊത്തളങ്ങൾ വിറങ്ങലിക്കുന്നു. വലിയ ടൈറ്റായ മത്സരം നടക്കുന്നുവെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇനി ഗുരുവായൂർ കഴിഞ്ഞു. ഗുരുവായൂർ നമ്മുടെ ഗുരുവായൂർ വിട്ട അടുത്ത മണ്ഡലം ഭക്ഷ്യമന്ത്രി GR അനിൽ മത്സരിക്കുന്ന നെടുമങ്ങാട് യുവരാജ് ഗോകുൽ വലിയ തോതിൽ മുന്നേറുന്നു. അത് അട്ടിമറി സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ഇനി ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മണ്ഡലത്തിലും BJPയുടെ ഒരു സ്ഥാനാർത്ഥി അതിവേഗം കുതിച്ചു കയറുന്നുണ്ട്. വലിയ മത്സരം ഭയങ്കര ടൈറ്റായി. അതായത് മത്സരം BJPയും CPMും എന്ന തരത്തിൽ LDFും എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഷൊർണൂരിൽ ശങ്കുട്ടി ദാസ് വലിയ മാറ്റം. ശംഖു മുമ്പൊരിക്കൽ അവിടെ മത്സരിച്ചിരുന്നു. പക്ഷേ ശംഖുവിനടക്കം അനുകൂലമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്, അപ്പോൾ ഈ മണ്ഡലങ്ങളുടെയൊക്കെ ഒരു പൊതു ഘടകം എന്ന നിലയിൽ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിൽ വലിയ തോതിലുള്ള ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായിരിക്കുന്നു. ഹിന്ദു വോട്ടുകൾ പരമാവധി BJPക്ക് കൊടുക്കണം എന്ന തരത്തിലേക്ക് ഒരു പോളറൈസേഷൻ ഉണ്ടായി വന്നിട്ടുണ്ട് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹരിപ്പാട്, ഗുരുവായൂർ, നെടുമങ്ങാട്, ഷൊർണൂർ പോലെയുള്ള മണ്ഡലങ്ങളിലെ പുതിയ ട്രെൻഡ് പറയുന്നത്. ഇനി നമുക്ക് ഉറപ്പായിട്ടും പറയാവുന്ന നേമം, കഴക്കൂട്ടം, പാലക്കാട്, മഞ്ചേശ്വരം BJPയുടെ ആദ്യത്തെ വിജയം പ്രഖ്യാപിക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ ഇതായിരിക്കാം. പക്ഷേ ഒരുപക്ഷെ ഞെട്ടിച്ചുകൊണ്ട് ചാത്തന്നൂരൊക്കെ ചിലപ്പം BJP സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് ആദ്യം വന്നു എന്നും വരാം. ചാത്തന്നൂര് ഗോപകുമാർ ജയിക്കും എന്ന് തന്നെയാണ് പല നിഷ്പക്ഷ നിരീക്ഷകരും പറയുന്നത്. അതിനൊരു കാരണം അവർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഗോപകുമാറിൻ്റെ പേര് മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്നും ടെലിവിഷൻ ചാനലുകളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. അതെ, ഉറപ്പായിട്ടും അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നപ്പോൾ ഉറപ്പായിട്ടും ജയിക്കും എന്ന് പറയുന്ന മണ്ഡലങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു കേൾക്കുന്ന നേമമുണ്ട്, കഴക്കൂട്ടമുണ്ട്, പാലക്കാടുണ്ട്, മഞ്ചേശ്വരമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള മണ്ഡലങ്ങൾ പാലക്കാട് പറയണ്ടല്ലോ, ശോഭയാണ് അവിടെ. ശോഭ ഒരു കൊടുങ്കാറ്റ് പോലെ അഞ്ഞടിക്കുകയാണ്. ശോഭയെ പിടിച്ചു കെട്ടാൻ ആരുമില്ല. പിഷാരടി പാറി പറന്നുപോയി. പുരപ്പുറത്ത് ഉണക്കാനിട്ടിരുന്ന എന്തോ തുണി പറന്നുപോയതിലെ പിഷാരടി പറന്നുപോയി. ഇനിയുള്ളത് തൃശ്ശൂർ. പത്മജ വേണുഗോപാൽ വിജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. വട്ടിയൂർക്കാവ് ഒന്നും പറയാനില്ല. അവിടെ കഴിഞ്ഞ 4 വർഷമായി അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് BJPയുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന
മുഖങ്ങളിലൊന്നായ ശ്രീലേഖ ശ്രീലേഖ. പിന്നെ തിരുവല്ലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷം മോദി ഇതെൻ്റെ സ്വന്തം പയ്യൻ എന്ന് ചൂണ്ടിക്കാണിച്ചതോടുകൂടി അനൂപിന് അനുകൂലമായിട്ടുള്ളൊരു വലിയ മാറ്റം. അനൂപിൻ്റെ കുടുംബ ബന്ധങ്ങൾ എല്ലാം കൂടെ വന്നിട്ട് അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ തോതിൽ BJP കിട്ടും. അനൂപ് ആൻ്റണി മോദി ഇമ്പാക്റ്റ് കൂടെ വന്നതോടുകൂടി, മോദി എഫക്റ്റ് കൂടെ വന്നതോടെ അനൂപ് ആൻ്റണിയുടെ വിജയം ഏതാണ്ട് ഉറപ്പിക്കാം എന്നാണ് റിപ്പോർട്ട്. സുനിൽ, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഒരു കാൻഡിഡേറ്റിനെ പ്രധാനമന്ത്രി ഇത് എൻ്റെ കാൻഡിഡേറ്റ് ആണ്, അതെ, എൻ്റെ സഹപ്രവർത്തകനാണ്, എൻ്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് കഴിഞ്ഞ 5 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു കാൻഡിഡേറ്റിനെ പരിചയപ്പെടുത്തി. ഈ ഡൽഹിയിൽ വൻകിട സ്വാധീനം ഉണ്ടെന്നൊക്കെ പറയുന്ന AK ആൻ്റണിക്കോ അതല്ലെങ്കിൽ വയലാർ രവിക്കോ കിട്ടാത്തൊരു ഭാഗ്യമാണ്. അവരാരെയും ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ഈ പറഞ്ഞ പോലെ ജവഹർലാൽ നെഹ്റു ഇങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റിനെ ഇവിടെ പരിചയപ്പെടുത്തിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അത് സെർച്ച് ചെയ്ത് നോക്കി പലപ്പോഴും. അങ്ങനെ ഒരു അതെ, അത് എനിക്ക് തോന്നുന്നത് സാറേ, നമുക്ക് ഈ മണ്ഡലങ്ങൾ ഓരോന്നും നമുക്ക് എടുക്കണം. ഓരോ മണ്ഡലങ്ങളെടുത്തും നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ പ്രേക്ഷകരുടെ ഒരു ആകാംക്ഷ എനിക്ക് മനസ്സിലാവുന്നത് ബാക്കിയുടെ ഒരുപാട് കഥ പറയും. ബാക്കി ഏതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടറിയാം. അതുകൊണ്ട് ഇനി മണ്ഡലങ്ങളുടെ പേരുകൾ ഞാൻ പറഞ്ഞു പോകാം. ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ BJP അതിശക്തമായി മുന്നേറുന്ന, BJP ജയിച്ചേക്കാൻ വരെ സാധ്യതയുണ്ട് എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്ന 48 മണിക്കൂറിനുള്ളിൽ വലിയ മഹാത്ഭുതങ്ങളും അടിയൊഴുക്കുകളും കുത്തിത്തിരിപ്പുകളും കുതന്ത്രങ്ങളും നടന്നില്ലെങ്കിൽ BJP ജയിക്കുമെന്ന് കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് പറയുന്ന 28 മണ്ഡലങ്ങളുടെ ചിലത് പറഞ്ഞു. ബാക്കിയുള്ള പേരുകളൂടെ വായിച്ചു പോയ ഓരോ മണ്ഡലങ്ങളും സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളായിട്ട് ചെയ്യും. ഒന്ന് ഞാൻ ആദ്യം തൊട്ട് വായിക്കുകയാണ്. നേമം, കഴക്കൂട്ടം, പാലക്കാട്, മഞ്ചേശ്വരം, പാല, പൂഞ്ഞാർ, കുന്നത്തുനാട്, തൃശ്ശൂർ, വട്ടിയൂർക്കാവ്, തിരുവല്ല, ആറന്മുള, കാട്ടാക്കട, പുതുക്കാട്, തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് ഇതുവരെ മുമ്പ് പട്ടികയിൽ ഇല്ലാതിരുന്ന ഒരു പേരാണ്. പിന്നെ കോഴിക്കോട് നോർത്ത് വലിയ ആവേശത്തോടെയാണ് വലിയ തരംഗമുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. കാസർഗോഡ്, തിരുവനന്തപുരം സെൻട്രൽ കരമന ജയൻ നേരത്തെ ഇടതുപക്ഷം വിജയം ഉറപ്പിച്ച മണ്ഡലമായിരുന്നു. പക്ഷേ കരമന ജയൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരുടെ സുഖദുഃഖങ്ങളിൽ നിത്യജീവിതത്തിൽ നിരന്തര സഹചാരിയായിരുന്ന കരമന ജയൻ വന്നതോടെ തിരുവനന്തപുരം BJP അങ്ങ് എടുത്തു എന്ന് പറയാൻ. മത്സരിക്കുന്നത് കരമന ജനാർദ്ദൻ നായരുടെ മകന്റെ സുധീർ കരമനയാണ് LDF. പിന്നൊരു സാമ്പത്തിക വിദഗ്ധനുണ്ടല്ലോ CP ജോൺ CMPയുടെ. പിന്നെ നെടുമങ്ങാട് നമ്മൾ പറഞ്ഞു. മലമ്പുഴ VS അച്യുതാനന്ദൻ്റെ മലമ്പുഴ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഹിന്ദു വോട്ടർമാരുള്ള മണ്ഡലമാണ് മലമ്പുഴ. ആ മലമ്പുഴയിൽ ശ്രീകൃഷ്ണകുമാർ. ഹരിപ്പാട് നമ്മൾ പറഞ്ഞു, ചാത്തന്നൂർ പറഞ്ഞു, ഗുരുവായൂർ പറഞ്ഞു, നെടുമങ്ങാട് പറഞ്ഞു, ഷൊർണൂർ പറഞ്ഞു, കാഞ്ഞിരപ്പള്ളി പറഞ്ഞു. പിന്നെയുള്ളത് നമ്മൾ പറഞ്ഞത് തൃപ്പൂണിത്തറ, കുന്നത്തുനാട്. പിന്നെ BJP സ്ഥാനാർത്ഥികൾ NDA സ്ഥാനാർത്ഥികൾ നന്നായി പെർഫോം ചെയ്യുന്ന പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, ഏറ്റുമാനൂർ. അവിടെ വിജയത്തിന് അടുത്ത് എത്താവുന്ന തരത്തിലേക്ക് സ്ഥാനാർത്ഥികൾ കുതിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഏതായാലും 28 മണ്ഡലങ്ങൾ, അത് 30 വരെയുള്ള മണ്ഡലങ്ങളിൽ BJPയുടെ വിജയം ഏതാണ്ട് പ്രവചിക്കുമാറാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിലവിൽ 48 മണിക്കൂർ മുമ്പ് സംസാരിക്കുമ്പോൾ കേരളത്തിലെ സ്ഥിതി. അപ്പോൾ 28 മണ്ഡലങ്ങളിൽ കുറച്ചൊരു 10% നമുക്ക് കുറയ്ക്കാം. എന്ന് പറഞ്ഞാൽ 25 വരെ ആവാം, 25 ആകാം, 20 ആകാം. 20 സീറ്റ് BJP നേടിയാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും? കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം മൊത്തം മാറും. പൊളിറ്റിക്കൽ ഇരു മുന്നണികളും എന്താ പറയണ അടിമുടി മാറേണ്ടി വരും അവർക്ക്. എന്തായാലും പറയാം, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുകയും അല്ലെങ്കിൽ ഒരു പുനരേകീകരണമോ അതല്ലെങ്കിൽ റീഅലൈൻമെന്റ് ഓഫ് ഫോഴ്സസ് എന്ന് പറയും. അപ്പോൾ രാജ്യം മുഴുവൻ മാറുന്നതിനൊപ്പം കേരളവും മാറുക. അതെ. അപ്പോൾ ഇതിലൊരു കാര്യമുള്ളത്, എനിക്കിപ്പോഴും ഞാൻ ശക്തമായി വിശ്വസിക്കാം. എനിക്ക് അങ്ങനെ BJP വിജയിക്കും എന്ന് എനിക്ക് ആദ്യമേ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ജയിക്കും 4-5 സീറ്റ് എന്നാണ് ഞാൻ സുനിലിൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ തിരുവല്ലയിലെ പ്രസംഗം, നമ്മൾ ഗവൺമെന്റ് ഫോം ചെയ്യാനാണ് ഇത്തവണ മത്സരിക്കണേ എന്നുള്ള ഒരു വാക്ക് മന്ത്രിസഭ പറഞ്ഞു. അത് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു ഡോക്യുമെന്ററി എവിഡൻസ് അദ്ദേഹം. അല്ല, ഇത് കേരള പോലീസ് കൊടുക്കുന്നത് പോലെ സെൻട്രൽ ഏജൻസിയും പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് എന്താ പറയുന്നത്, തോക്കുന്ന ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ആ നടക്കാത്ത പ്രശ്നം ഇന്നവരെ നടന്നിട്ടില്ല. അത് തിരുവല്ല സ്പീച്ച്, പണ്ടത്തെ നമ്മൾ പറയില്ലേ കുണ്ടറ വിളംബരം എന്നൊക്കെ പറയുന്ന പോലെ
പ്രധാനമന്ത്രിയുടെ തിരുവല്ല വിളംബരം. പ്രസംഗം, തിരുവല്ല വിളംബരം, അത് കേരള രാഷ്ട്രീയത്തിലെ നാഴികക്കല്ലായിരിക്കും അത്. ഏതായാലും 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിൽ പലരും ഒരു ചരിത്രം കുറിക്കാനുള്ള നിയോഗത്തോടെയാണ് പോളിംഗ് മെഷീനിലെ താമരയിൽ അമർത്താൻ പോകുന്നത്. താമര അല്ലെങ്കിൽ ചക്ക അല്ലെങ്കിൽ തെങ്ങിൻ തോപ്പ്. അതെ, ഇതാണ് NDA മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ. അത് കേരള ചരിത്രം മാറ്റാൻ പോവുകയാണ്. അതിൽ ആ ചരിത്ര നിർമ്മിതിയിൽ നിങ്ങളും ഭാഗമാക്കാകുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇന്ത്യ ലൈവിന് കൂടി നിങ്ങളുടെ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തി ചാനലിൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തി നമ്മുടെ ചാനലിനെ കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. നമുക്കൊരു രണ്ടാമത്തെ സ്ഥാനാർത്ഥി കൂടിയുണ്ട്. അത് നമ്മുടെ പുതിയ ചാനലായ C4N മലയാളം, C4N മലയാളം. അതും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഇന്ത്യ ലൈവിനെ കൂടി ഒന്ന് വിജയിപ്പിക്കണം.